ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോൾ ആരുടെ കൂടെയാണ് നിന്നത്? വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ, അവിടെ ഒരു അതിജീവിത ഇല്ലേ? അതിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആ വേടന് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തു, സത്യമല്ലേ? സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം. എന്ത് തേങ്ങ? ഈ വേടന്റെ കാര്യത്തിലെ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ? ഒരു മനുഷ്യനില്ല. എന്തൊരു കാപട്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഈ അതിജീവിതയ്ക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാൻ മേല. അതും ഒരു അതിജീവിതയല്ലേ, സിനിമാ നടിയല്ലെന്നല്ലേ ഉള്ളൂ. ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല. മാത്രമല്ല, അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ, മാന്യൻ, മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നവൻ വേടൻ, അവന് സംസ്ഥാന അവാർഡ് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു. ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ലാതെ വേറെ എങ്ങും കാണാൻ പറ്റില്ല. ഞാനിത് ചോദിക്കില്ല, പറയില്ല, അത് ലിയോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നൗ ടെൽ മീ, നിങ്ങൾ എവിടെയാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത്? ഒരു മനുഷ്യൻ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടുന്ന ആൾക്കാർ മൊത്തം അതിനകത്ത് എന്തൊരു കഷ്ടം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു ആസിഫ് അലി. ആസിഫ് അലി സാറും വന്ന് പറയുന്നു അതിജീവിതയ്ക്കൊപ്പം. എന്താ വേടന്റെ കാര്യത്തിൽ ആസിഫ് അലി സാറിന് നാക്കില്ലാത്തത്? ഞാൻ മാന്യന്മാരുടെ ഒന്നും പേര് പറയുന്നില്ല. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവൻ കാവടികന്മാരാണ്. അല്ലെങ്കിൽ ഈ വേടന്റെ കാര്യം വന്നപ്പോൾ ഇവർ ശബ്ദം ഉയർത്തണമായിരുന്നു. എവിടെ പോയി ഇവരുടെയൊക്കെ ശബ്ദം? എവിടെ പോയി ചാനലുകാരുടെ ക്യാമ്പയിൻ? എന്താ അതിജീവിതയ്ക്ക് കുഴപ്പം? സിനിമാ നടി അല്ലാത്തത് കൊണ്ടോ? കാപട്യത്തിനും ഒരു അതിര് വേണമല്ലയോ? എന്തിനും വേണം ഒരു മര്യാദയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിജീവിതയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കും. അല്ലാത്ത അതിജീവിതയ്ക്കൊന്നും നാണവും ഇല്ല, മാനവും ഇല്ല. അവരെ പീഡിപ്പിച്ചവനെ നിങ്ങൾ ആഘോഷിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഔട്ട്റേജിയസ്. എന്തൊരു കഷ്ടമാണ്. എങ്ങോട്ടാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? കുറെ മാന്യന്മാർ കൂടിയിട്ട് TV ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ അതിജീവിതയെ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേട്ടക്കാരൻ്റെ കൂടെ കൂടും. മഹാ കഷ്ടമാണ് ഇതൊക്കെ. ആരും ചലഞ്ച് ചെയ്തില്ല. WCC പോലും ചലഞ്ച് ചെയ്തില്ല വേടൻ അവാർഡ് കൊടുത്തപ്പോ. എന്തൊരു കഷ്ടം. തമിഴ്നാട്ടിൽ വൈരമുത്തുവോ ആരോ, അങ്ങേരുടെ പേരിൽ ഒരു മീറ്റു കേസുണ്ട്. അങ്ങേർക്ക് ONVയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കിയവരാണ് WCC, കളക്റ്റീവ് ഇൻ സിനിമയോ സംതിങ്. അതെ അതെ, എനിക്കത് വിരോധമൊന്നുമില്ല, അവരോടൊക്കെ ബഹുമാനമേ ഉള്ളൂ. പക്ഷെ അവരുടെയും കയ്യിൽ ഈ ഇരട്ടത്താപ്പാണ്. വൈരമുത്തുവിന് അവാർഡ് കൊടുക്കാൻ നേരത്തെ പറ്റില്ല എന്ന് പറഞ്ഞവര് വേടൻ അവാർഡ് കൊടുക്കാൻ നേരത്തെ മിണ്ടിയില്ല. ഈ കാപട്യം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പം, ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളത്തരവും കാപട്യവുമാണ്. സൗകര്യപൂർവ്വം പോപ്പുലറായിട്ട് കിട്ടാനായിട്ട് പറയുന്ന ഒരു പറച്ചിലാണ്. അത് ഇതിനകത്ത് ഒരു സാങ്കത്യവുമില്ല.